ഹലോ എവരിവൺ. ക്രിസ്പർ ലേണിംഗ് അവതരിപ്പിക്കുന്ന യുറേക്ക പോഡ്കാസ്റ്റ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ചേരുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇപ്പം സ്വീഡനിലുള്ള ലുണ്ട് യൂണിവേഴ്സിറ്റിയിൽ PhD സ്കോളർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവിനാശാണ്. സോ നമുക്ക് എല്ലാവർക്കും അവിനാശിനെ നമ്മുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. അവിനാശ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം അവിനാശിന്റെ ഒരു സ്റ്റോറി നമുക്ക് ഇനീഷ്യലി സ്കൂള് കാലഘട്ടം തൊട്ട് എങ്ങനെയാണ് ഈ ഒരു സയൻസിൽ കരിയർ ബിൽഡ് ചെയ്തത് എന്നുള്ള ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറുപ്പത്തിൽ മുതൽ സയൻസ് എക്സിബിഷൻസ് കാണുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ക്യൂരിയോസിറ്റി സയൻസ് എക്സിബിഷനിലോട്, സയൻസിനോട്, എസ്പെഷ്യലി എനിക്ക് ഫിസിക്സിനോട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കെമിസ്ട്രിനോടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്നെ സയൻസിലോട്ട് കൂടുതൽ ഉള്ളിലോട്ട് അത് പോകണമെന്ന് മനസ്സിലോട്ട് ഒരു ആഗ്രഹം കൊണ്ടുവന്നത്. ഇപ്പൊ ഏതൊരു കാലഘട്ടം തൊട്ടാണ്, അതായത് സ്കൂൾ എന്ന് പറയുമ്പം വെരി LP ക്ലാസ്, UP ക്ലാസ്, ഏതൊരു സ്റ്റേജസ് ഓഫ് സ്കൂളിലാണ് ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്? ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പീക്ക് ഇൻട്രസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാല് സ്കൂളിൽ ബയോളജിയിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുള്ള ഒരു പ്രൊജക്റ്റ്, ഹാർട്ടിന്റെ ഒരു ചിത്രം ഞാൻ വരച്ചിട്ട് അതിന്റെ ബേസിക് പാർട്സ് ലൈക്ക് അയോട്ട, ഓരോ വാൽവ്സ് അതൊക്കെ ലേബിൾ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു LED മോഡൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സാധനം കാണുന്ന അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി അത് അവിടെ തന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഒരു ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, സർക്യൂട്ട്സ് ഉണ്ട്, അങ്ങനത്തെ പല പല രീതികളുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. സോ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് സയൻസ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നു. സോ സയൻസിലോട്ട് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് തോന്നിയത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പം സ്കൂളിങ്ങിനൊക്കെ ശേഷം പിന്നെ ഐസറിലാണ് ജോയിൻ ചെയ്തത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ആദ്യമായിട്ട് ഐസറിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്? ആൻഡ് എന്തായിരുന്നു ഐസറിനെ കുറിച്ച് അന്ന് അറിയാവുന്ന കാര്യങ്ങൾ? ഐസർ എന്നൊരു പ്ലാറ്റ്ഫോം എനിക്ക് ആദ്യമേ പരിചയമേ ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ പാരൻസ് പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ ആ ഒരു ഫീൽഡിലോട്ട് തന്നെ പോകണം എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തത്. ആ സമയത്ത് എൻ്റെ കൂടെ ചേട്ടനും ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഞങ്ങൾ ജസ്റ്റ് ഒരു വയസ്സ് മൂത്താണ് ചേട്ടൻ. സോ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത്. ചേട്ടൻ ആ സമയത്ത് മെഡിസിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ അങ്ങനത്തെ ഒരു പാത്ത് ചൂസ് ചെയ്തു. അപ്പം എനിക്ക് മെഡിസിൻ അത്ര താല്പര്യമായിട്ട് തോന്നില്ല, പ്രത്യേകിച്ച് ബയോളജിയിലോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ എഞ്ചിനീയറിംഗ് എടുക്കാമെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് എടുക്കുന്നതിലൂടെ ലൈക്ക് ആ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കുറച്ച് അഡ്വർടൈസ് ചെയ്ത കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു, ലൈക്ക് IISc എസ്പെഷ്യലി. സോ IISc കണ്ടപ്പോൾ ഓക്കെ, ഇതൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഒരു പ്യുവർ സയൻസ് ബേസ്ഡ് പ്ലാറ്റ്ഫോം, അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടപ്പോൾ അതെൻ്റെ ഇൻട്രസ്റ്റ് കുറച്ച് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്തു. സോ പ്യുവർ സയൻസ്, എഞ്ചിനീയറിംഗ് എല്ലാം ഉണ്ട്, പ്യുവർ സയൻസിലോട്ട് ഒരു മാർഗം എന്നുള്ള രീതിയിൽ IISc ഞാൻ പർസ്യൂ ചെയ്യാൻ തുടങ്ങി. സോ IIScന്റെ വഴി സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഐസറിനെ കുറിച്ച് അറിഞ്ഞത്. സോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഫോർ റിസർച്ച്. സോ ഐസർ എന്നൊരു പ്ലാറ്റ്ഫോം പ്യുവർ സയൻസ് ഫോക്കസ് ചെയ്ത് ഒരു കോച്ചിങ് നൽകുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ ഐസറിൽ ജോയിൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. ഈ ഒരു പ്യുവർ സയൻസിലേക്ക് പോവുക അല്ലെങ്കിൽ പ്യുവർ സയൻസിലേക്കാണ് ഇനി പെർസ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈഡിങ് പോയിന്റ് ഉണ്ടല്ലോ. അപ്പം അന്ന് ഉള്ള ആളുകളെല്ലാം പോപ്പുലർ ആയിട്ടുള്ള രണ്ട് പോകുന്ന മാർഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. അപ്പോൾ ഓക്കെ, നമുക്ക് പ്യുവർ സയൻസ് പെർസ്യൂ ചെയ്യാം എന്ന് അത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുണ്ടായിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു റീസൺ ഞാനൊരു പേഴ്സണൽ റീസൺ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ലൈക്ക് എനിക്ക് പണ്ടേ ഈ നാടോടുമ്പോൾ നടുവേ ഓടണം ആ ഒരു ടേമിനോട് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സോ എനിക്ക് എൻ്റെതായ ഒരു പാത്തിലൂടെ പോകണമെന്നായിരുന്നു. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ എഞ്ചിനീയറിംഗ് ഏതായാലും കയറി ലൈക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു. പക്ഷെ എന്നാലും എഞ്ചിനീയറിംഗിലോട്ട് പോകണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. സോ അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ, പ്യുവർ സയൻസിലോട്ട് പോവാം. ലൈക്ക് ഇതുവരെ ലൈക്ക് ആരും കേട്ടിട്ടില്ല ഈ ഒരു ഫീൽഡ്. ലൈക്ക് പ്യുവർ സയൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത്രയും പോപ്പുലർ അല്ല. ലൈക്ക് ഇതിന്റെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്ന സാധനമാണോ അല്ല, അതോ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണോ, അങ്ങനെയൊന്നും ആ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം കുറെയൊക്കെ അറിയാം. ലൈക്ക് ഈ ക്രിസ്പർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കുറെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്.
സോ ഒരു വേറൊരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ ഒരു ഐസറിലോട്ട് ക്യൂരിയോസിറ്റി ആയിരുന്നു ഐസറിലോട്ടുള്ള ഒരു യാത്ര. അങ്ങനെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഐസറിലേക്ക് എത്തി. ഐസറിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു ഐസർ തിരുവനന്തപുരത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു 5 വർഷം? ഐസർ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ക്യാമ്പസ് ലൈഫാണ്. ഐസർ ട്രിവാൻഡ്രത്തിന്റെ ക്യാമ്പസ് തന്നെ ലൈക്ക് എല്ലാവർക്കും ഇപ്പം അത്യാവശ്യം ഫേമസ് ആയിട്ടുണ്ട് ഐസർ ട്രിവാൻഡ്രത്തിന്റെ ക്യാമ്പസ്. അത്യാവശ്യം നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഹോസ്റ്റൽസ് ഉണ്ട്, നല്ല മെസ് ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഐസർ ട്രിവാൻഡ്രത്തിന്റെ നല്ലൊരു ലൈക്ക് ക്യാമ്പസ് ലൈഫ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് ഐസറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അക്കാഡമിക് വൈസ് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഫാക്കൽറ്റീസും നൈസാണ്, അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസും നൈസാണ്. പിന്നെ ഫെസിലിറ്റീസ് വൈസ് റിസർച്ച് ഫെസിലിറ്റീസും ഉണ്ട്, ലാബ്സ് ഉണ്ട്, കെമിസ്ട്രി ലാബ്സ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ്സ്, അതിൻ്റെതായ ഫെസിലിറ്റീസ്, എല്ലാ സൗകര്യങ്ങളും ഐസറിലുണ്ട്. ഇത് ഇപ്പം ഏകദേശം എല്ലാ ഐസറുകളും കോമൺ ആണ്. ലൈക്ക് ഔട്ട് ഓഫ് സെവൻ ഐസസ് എല്ലാ ഐസേഴ്സിനും ഇങ്ങനെ ഈച്ച് ഡിസിപ്ലിന് അതിൻ്റെതായ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിസിപ്ലിൻ ചൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് പ്രോപ്പർ അഡ്വാൻസ് റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ. സോ ഇത് നമുക്ക് IITസിൽ പോയി കഴിഞ്ഞാൽ ഒരുമാതിരി മെക്കാനിക്കലിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിവിലിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ റിലേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി മാത്സിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്സിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, കെമിസ്ട്രിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. വൺ ഫേവറേറ്റ് തിങ് അബൌട്ട് ഐസർ തിരുവനന്തപുരം എന്ന് ചോദിച്ചാൽ എന്താണ് അവിനാശ് പറയാ? ലൈക്ക് എനിക്ക് അവിടെ സ്പോർട്സിനോടൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സോ ഈ അക്കാഡമിക് ആൻഡ് സ്പോർട്സ് ഈക്വലി മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് എന്തുകൊണ്ടും ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പം വൺ ഫേവറേറ്റ് തിങ് അബൌട്ട് ഐസർ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അവിടെ തന്നെ ലൈക്ക് ഐസർ ട്രിവാൻഡ്രത്ത് തന്നെ കുറെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സ്പോർട്സ് പ്രോഗ്രാംസ് ഉണ്ട്, ഇന്റർ ഐസർ സ്പോർട്സ് മീറ്റ്സ്, ഇന്റർ ഐസർ കൾച്ചറൽ മീറ്റ്സ്, അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ലൈവ്ലി ആണ് ക്യാമ്പസ്. ലൈക്ക് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി, ലൈവ്ലി, അങ്ങനെ എല്ലാം കൊണ്ടും നൈസാണ്. ഇപ്പോൾ അവിനാശിന്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു റിസർച്ചിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെമി കണ്ടക്ടേഴ്സിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഏതൊരു പോയിന്റിലാണ് എക്സ്പോഷർ കിട്ടുന്നത്? എന്റെ ഫീൽഡ് ഇപ്പൊ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ഡിവൈസ് ഫിസിക്സ് ആണ്. അത് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ലൈക്ക് ഇറ്റ്സ് പ്യുവർലി എക്സ്പെരിമെന്റൽ ഫീൽഡ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പെരിമെന്റൽ ഫീൽഡിലോട്ട് പോകണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനീഷ്യലി എൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി തിയററ്റിക്കൽ ഫീൽഡിലോട്ട് പോകണമെന്നായിരുന്നു. ലൈക്ക് ആസ്ട്രോഫിസിക്സ്, അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. സ്റ്റുഡൻറ് എൻവയൺമെന്റ് ആകുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ ആ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലോട്ട് പോകാൻ പറ്റിയില്ല. സോ തിയറിയിലോട്ട് എനിക്ക് കയറാൻ പറ്റിയില്ല ഐസറിൽ തന്നെ. ബട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെന്റൽ ഫീൽഡ് എനിക്ക് അതിലോട്ട് കയറാൻ പറ്റി. അതെന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാം എല്ലാവരും അത്യാവശ്യം സെമി കണ്ടക്ടർ ടെക്നോളജി, അറ്റ്ലീസ്റ്റ് സിലിക്കൺ ടെക്നോളജി, അങ്ങനെ ഓരോ ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം ബൂമിങ് ഫീൽഡ് ആണ്. ആൻഡ് റിയലി ഇറ്റ് ഈസ് റിയലി ഇൻഫ്ലുവൻഷ്യൽ ഫീൽഡ്, ആൻഡ് ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് സംതിങ് ദാറ്റ് ഈസ് ഷേപ്പിംഗ് ദ വേൾഡ്. സോ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് കയറി പറ്റിയത് ഈ ഒരു ഐസറിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണെന്ന് ഞാൻ. ആദ്യമായിട്ട് ഈ ഒരു സെമി കണ്ടക്ടേഴ്സിന്റെ എക്സ്പോഷർ ഉണ്ടാകുന്ന ഐസറിൽ വെച്ചിട്ടാണ്. അതെ, ഐസറിൽ ഫസ്റ്റ് എക്സ്പോഷർ പറയുകയാണെങ്കിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ RC നാഥിന്റെ ലാബിലായിരുന്നു അത്. ഐസറിൽ നമുക്ക് വിത്തിൻ ദ 5 years നമുക്ക് ഒരു 3rd year ഒക്കെ ആകുമ്പോൾ നമുക്ക് മേജർ ചൂസ് ചെയ്യാം. മേജർ ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് പിന്നെ അതിൽ തന്നെ കുറച്ച് ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സോ ആ ഒരു ടൈമിൽ ഞാൻ RC നാഥിന്റെ അടിയിൽ ലൈക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പോഷർ. പിന്നീട് ഞാൻ അവിടെ ലാസ്റ്റ് ഇയർ എൻ്റെ മേജർ പ്രോജക്റ്റ് അവിടെ
ബികാസ് സാറിന്റെ ലാബിലായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ വേറൊരു സെക്കൻഡ് സെമി കണ്ടക്ടർ എക്സ്പോഷർ. സോ ഈ 2 ഫീൽഡിലൂടെ എനിക്ക് സെമി കണ്ടക്ടർ ഫീൽഡിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. സോ ഈവൻ ദോ ഞാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിലോട്ടാണ് വന്നതെങ്കിലും ലൈക്ക് ഇറ്റ് വാസ് റിയലി നൈസ്. അതിന്റെ ഒരു പൊട്ടൻഷ്യലും കൂടെ മനസ്സിലാക്കിയപ്പോഴാണ് കുറച്ചും കൂടി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയി. അത് കഴിഞ്ഞ് ഐസറിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം 1.5 വർഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ IISc-ലാണ് വർക്ക് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു പ്രൊജക്ടിന് അപ്ലൈ ചെയ്ത് അവിടേക്ക് എങ്ങനെയാണ് കയറിയത് ആൻഡ് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറയുന്നത്? ഇപ്പം എല്ലാവരും ഇപ്പം ഐസർ കഴിഞ്ഞാൽ നേരെ PhD-ക്ക് പോവുക, അങ്ങനത്തെ ഒരു റൂട്ടാണ് മിക്ക ആൾക്കാരും നോക്കുന്നത്. സോ ബട്ട് PhD കിട്ടുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. ലൈക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽസ് വേണം, സ്കിൽ സെറ്റ്സ് വേണം. നമ്മുടെ CV ഒക്കെ കുറച്ച് അത്യാവശ്യം നൈസ് ആയിരിക്കണം. പറ്റിയാൽ കുറച്ച് പബ്ലിക്കേഷൻസ്, അതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയെങ്കിലും കൂട്ടുക. സോ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഞാൻ IISc-യിൽ എത്തിപ്പെട്ടത്. ലൈക്ക് ഞാൻ ആ ഒരു ടൈമിൽ PhD സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഒന്നും എൻ്റെ ആ ഒരു സ്കിൽസ് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല ഈ ഒരു സെമി കണ്ടക്ടർ ഫീൽഡിൽ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു IISc. സോ അങ്ങനെയാണ് IISc-യിൽ ഞാൻ പ്രോജക്റ്റ് അസോസിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അവിടുത്തെ കുറെ സ്കിൽസ് ആണ് എനിക്ക് PhD-ലോട്ട് കടക്കാനായിട്ട് എന്നെ സഹായിച്ചത്. എങ്ങനെയൊക്കെയായിരുന്നു അവിടെ IISc-യിലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഐസറിൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പ്രൊജക്ട് റിസർച്ചർ ആയിട്ടാണ് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് IISc-യിൽ. ഈ ഒരു 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എക്സ്പീരിയൻസുകളെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ആക്ച്വലി IISc ഇന്റർനാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ആ ഒരു ഇന്റർനാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഐസറിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒരു ലൈക്ക് നിലയിലാണ് IISc. സോ അതിന്റെ ഫെസിലിറ്റീസും അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. സോ ഇപ്പം എൻ്റെ ഒരു ഫീൽഡ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ലൈക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ റൂം ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ലൈക്ക് ഒരു ക്ലീൻ എൻവയൺമെന്റ് ആണ്. സോ അങ്ങനത്തെ ഒരു ക്ലീൻ എൻവയൺമെന്റ് അത് ഒരു വലിയ ഒരു 1000 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അവിടെ നമുക്ക് കുറെ ഈ സെമി കണ്ടക്ടർ ടെക്നോളജിക്ക് ആവശ്യമില്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ IISc-ക്ക് ഓൾറെഡി ഉണ്ട്. ഐസസിന് ചില സ്ഥലത്ത് ചെറിയ ചെറിയ ക്ലീൻ റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ബട്ട് എന്നാലും അത്രയും ബിഗ് ആയിട്ടും ലൈക്ക് ഇൻഡസ്ട്രിയലി ഓറിയന്റഡ് പ്രൊജക്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്പേസ് ഐസസിൽ അധികമില്ല. ബട്ട് എന്നാലും കുറച്ച് അക്കാഡമിക് രീതിയിൽ റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഐസസിലുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐസറിൽ നിന്നൊരു അപ്ഗ്രഡേഷൻ പോലെ ആയിരുന്നു IISc എനിക്ക്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് യെസ്. സോ IISc-യിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് കിട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ സ്കിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റി. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു എനിക്ക് ആവശ്യം എൻ്റെ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു ഇമ്പ്രൂവ്മെന്റിലോട്ട് IISc എന്നെ സഹായിച്ചു. ഈ ഏകദേശം ഒരു 1.5 വർഷം റിസർച്ച് അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പാരലലി PhD-ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതോ ആഫ്റ്റർ എ പോയിന്റ് ആണോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? ഐ വുഡ് സേ ലൈക്ക് ആഫ്റ്റർ 1 year ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ലൈക്ക് ആപ്ലിക്കേഷൻസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്. 1 year ആയപ്പോൾ തന്നെ ലൈക്ക് എനിക്ക് അത്യാവശ്യം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൽസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് എൻ്റെ ഒരു നോളജ് കൂടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫീൽഡിൽ. സോ ആ ഒരു കിട്ടിയ ഇംപ്രൂവ്മെന്റ് ഇൻ നോളജ് ലൈക്ക് എൻ്റെ ആപ്ലിക്കേഷൻസിനെ സ്ട്രോങ് ആക്കി. പിന്നെ ഞാൻ കുറെ സ്ഥലത്ത് നമ്മൾ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കി എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കില്ല് ഇപ്പം CV-യിൽ നമ്മൾ ഓരോരോ സ്പെസിഫിക് സ്കില്ലുകൾ എഴുതല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മുടെ സ്കില്ല് അനലൈസ് ചെയ്യുക? ഇപ്പം ഫിസിക്കലായിട്ടായിരിക്കില്ലല്ലോ മിക്കവാറും ഇന്റർവ്യൂസ് ഒന്നും ഉണ്ടാവുക. ഓൺലൈൻ ഇന്റർവ്യൂസിൽ എങ്ങനെയാണ് നമ്മൾ CV-യിൽ ലിസ്റ്റ് ചെയ്ത സ്കില്ലുകൾ ഇന്റർവ്യൂവർ വാലിഡേറ്റ് ചെയ്യുക? ലൈക്ക് ഇപ്പം ഓരോ ഫീൽഡ് അനുസരിച്ച് ചിലപ്പം വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ലൈക്ക് എൻ്റെ ഫീൽഡിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ലൈക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ലാബിൽ ചെയ്യാൻ അറിയാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്കില്ല്. സോ ആ ഒരു സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ വരാവുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് ഇന്റർവ്യൂ ചെയ്യുന്ന പ്രൊഫസേഴ്സിന് അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. സോ അവര് അങ്ങനെ ചോദിക്കും, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തരും. നമുക്ക്
നമ്മളപ്പം ആ ഒരു പ്രോബ്ലം എങ്ങനെയാണോ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്തത്, അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളൊരു ഓക്കെ ഇവരൊരു നല്ല ഗുഡ് കാൻഡിഡേറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവിനാശ് IISc ബാംഗ്ലൂരിൽ നിന്നും 1.5 വർഷത്തെ ആ ഒരു പ്രൊജക്ട് എക്സ്പീരിയൻസിന് ശേഷം പിന്നെ PhDക്ക് പോവുകയാണ് സ്വീഡനിലുള്ള ലുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പൊ എന്താണ് ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സിൽ തന്നെയാണ്. ആൻഡ് എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച്? എന്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗാലിയം നൈട്രൈഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ലൈക്ക് എല്ലാവരും സിലിക്കൺ എന്ന് കേട്ടിട്ടുണ്ടാവും. ലൈക്ക് സിലിക്കണിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്ന ഒരു മെറ്റീരിയലാണ് ഗാലിയം നൈട്രൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. സോ അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അത് കാരണം അതിൽ റിസർച്ച് ചെയ്യുന്നു. സോ ഈ ഒരു ഗാലിയം നൈട്രൈഡ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന പവർ കൺവേർട്ടേഴ്സ് അങ്ങനത്തെ ഓരോ സാധനത്തിനൊക്കെയാണ്. സോ എൻ്റെ ഒരു എൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ പവർ കൺവേർട്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി ചാർജസ് അങ്ങനത്തെ സാധനങ്ങൾ അതിൻ്റെയൊക്കെ സൈസ് റെഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു എയിമോടെയാണ് എൻ്റെ ഒരു റിസർച്ച് പോകുന്നത്. ഈ ഒരു സിലിക്കണും ഗാലിയം നൈട്രേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് ആണ്? ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഈ ഗാലിയം നൈട്രേറ്റിനുള്ളത്? ഗാലിയം നൈട്രൈഡിന് സിലിക്കണിനേക്കാളും നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെറിയൊരു പീസ് ഗാലിയം നൈട്രൈഡ് മതി, മേ ബി ലൈക്ക് ഒരു 4 times ബിഗർ സിലിക്കണിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ബേസിക്കലി നമുക്ക് സിലിക്കൺ വെച്ചൊരു ലാപ്ടോപ്പ് ചാർജർ ഉണ്ടാക്കുകയാണ്, ഗാലിയം നൈട്രൈഡ് വെച്ചൊരു ലാപ്ടോപ്പ് ചാർജർ ഉണ്ടാക്കുകയാണ്. സോ ഗാലിയം നൈട്രൈഡ് വെച്ച് ഉണ്ടാക്കുന്ന ലാപ്ടോപ്പ് ചാർജർ കുറച്ചുകൂടി ചെറുതായിരിക്കും. സോ നമുക്ക് ബേസിക്കലി മിനിയേച്ചറൈസേഷൻ ആണ് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു PhD സ്റ്റുഡന്റിന്റെ ലൈഫ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു വീക്കിലി ആയിട്ട് എങ്ങനെയാണ് ഒരു PhD സ്റ്റുഡന്റിന്റെ ലൈഫ് പോകുന്നത്? യൂറോപ്പിൽ കുറച്ചും കൂടിയും വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. സോ ലൈക്ക് ഇന്ത്യയിലത്തെ പോലെ നമ്മൾ വീക്കെൻഡ്സിൽ പണിയെടുക്കാം അങ്ങനത്തെ ഒരു അപ്രോച്ച് ഇല്ല. സോ നമുക്ക് വീക്കെൻഡ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. വർക്ക് ചെയ്യുന്ന ഡേയ്സ് ആണെങ്കിലും കുറെയൊക്കെ ലഞ്ച് ബ്രേക്ക്, ലൈക്ക് യൂറോപ്യൻസിന്റെ ഒരു വർക്കിംഗ് മെന്റാലിറ്റി തന്നെ റിലാക്സ്ഡ് ആണ്. സോ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും, ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുന്ന പോലെ തന്നെ ബ്രേക്ക് കൊടുക്കും. സോ അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ആ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കിട്ടും. പ്ലസ് റിലാക്സേഷൻ ടൈം അത്യാവശ്യം കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് ഒരു പ്രൊഡക്റ്റീവ് വർക്ക് ഡേ എന്ന് പറയുമ്പോൾ മേ ബി ഒരു 10 to 12 സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് കുറച്ച് ഒരു ബ്രേക്ക് എടുക്കും, ഒരു 1 hour ലോങ് ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുക്കാറുണ്ട് നമ്മൾ. അത് എനിക്ക് ആദ്യം ശീലം ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പം. ബട്ട് ഇവരിത് എടുക്കുന്ന കണ്ടപ്പോൾ ലൈക്ക് എനിക്കും ആ ഒരു റിലാക്സേഷൻ എടുത്ത് നോക്കിയാലോ എന്നൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് പോലെ തോന്നി. ലൈക്ക് നമുക്ക് ഒരു പ്രോപ്പർ റിലാക്സേഷൻ നമ്മുടെ ഡെയിലി വർക്കിന്റെ ഇടയിൽ കിട്ടുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നീട് 1 hour ശേഷം ഒരു 1 to 5 വർക്ക് ചെയ്താൽ ആ ഒരു ഡെയിലി റുട്ടീനാണ് ഞാൻ ഫോളോ ഒരു ചെയ്യുന്നത്. 10 to 5 ഒക്കെ വർക്ക് വരുന്നുള്ളൂ, ഈവൻ എക്സ്പെരിമെന്റൽ വർക്ക് ആണെങ്കിൽ പോലും. ലൈക്ക് ചില സമയത്ത് എക്സ്പെരിമെന്റൽ ലൈക്ക് ചില എക്സ്പീരിയൻസ് കുറച്ച് ഓവർനൈറ്റ് ഒക്കെ ഇടാൻ വരാറുണ്ട്. ബട്ട് അതും കൂടുതൽ ലൈക്ക് എൻ്റെ ഫീൽഡിൽ കുറെയൊക്കെ മെഷീൻ ഓടുന്ന കേസുകളാണ്. സോ നമ്മൾ ജസ്റ്റ് എക്സ്പെരിമെന്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ മെഷീൻ ചെയ്തോളും. പിന്നെ നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ ഓവർനൈറ്റ് റൺ ചെയ്യാനിട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് അൺലോഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ആ ഡാറ്റ അനലൈസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെയാണ്. സോ സംഭവം 10 to 5 വർക്ക് ചെയ്യുന്നുള്ളെങ്കിലും നമ്മൾ എഫക്റ്റീവ്ലി ആ മെഷീനും കൂടി വർക്ക് ചെയ്യുന്ന ടൈം നോക്കുമ്പോൾ നമ്മൾ ഏകദേശം 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് എൻവയൺമെന്റ് ആണ് വർക്കിൽ. ഒരു PhD സ്റ്റുഡന്റിന് ഇപ്പൊ വിദേശത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്രോഡില് എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലൊക്കെ PhD സ്റ്റുഡൻസിന് അസിസ്റ്റൻസ് ആരെങ്കിലും ഉണ്ടോ? അതായത് ഫിസിക്കൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ആരെങ്കിലും ഉണ്ടോ? അതോ PhD സ്റ്റുഡന്റ് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ? മിക്ക സ്ഥലത്തും PhD സ്റ്റുഡൻസ് ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ചില കേസസിൽ കുറച്ച് മാസ്റ്റർ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്യും ലാബിൽ. ലൈക്ക് അവരുടെ ഏതെങ്കിലും ഒരു പൊസിഷൻ ഉണ്ട്, അതായത് റിസർച്ച് അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇക്കോളജി എന്ന് പറഞ്ഞ ഫീൽഡിലൊക്കെ ഫീൽഡ് അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള അസിസ്റ്റൻസ് ഒക്കെ എല്ലാ ലാബിലും പുറത്തുണ്ടോ? അത് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു IISc ഞാൻ പ്രൊജക്ട് അസോസിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്.
സോ ലൈക്ക് അതും ഞാൻ ഒരു PhD അണ്ടറിലായിരുന്നു ജോയിൻ ചെയ്തത്. ലൈക്ക് ഒരു PhD ആയിരുന്നു എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ബേസിക്കലി ഞാൻ എൻ്റെ വർക്ക് ചെയ്തതൊക്കെ കുറേയൊക്കെ ആ PhD ആയിരുന്നു പബ്ലിഷ് ചെയ്യുന്നത്. അത് അതായത് ആ കുറച്ചുകൂടി PhD സ്റ്റുഡന്റിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനിലായിരുന്നു. യെസ്, അപ്പൊ നമുക്ക് റിസർച്ച് എക്സ്പീരിയൻസും കിട്ടും, ആ PhD സ്കോളറിന് ഒരു അസിസ്റ്റന്റ്. അസിസ്റ്റന്റിനെ കിട്ടും. സോ ലൈക്ക് ആ ഒരു PhD മെന്ററിൽ നമ്മൾ പണിയെടുക്കുന്നു. ഇനി ഇന്ത്യയില് കുറച്ചധിക കാലം റിസർച്ച് എക്സ്പീരിയൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഇപ്പം ഒരു യൂറോപ്യൻ കൺട്രി സ്വീഡനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇന്ത്യയിലും അതുപോലെ സ്വീഡനിലും ഉള്ള ഒരു വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് അത് ഷുവർലി യൂറോപ്യൻ കൺട്രീസിൽ ബെറ്റർ ആണ്. ഇന്ത്യൻ വർക്ക് കൾച്ചർ ലൈക്ക് വേഴ്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ലൈക്ക് ഇറ്റ്സ് എ ബിറ്റ് പ്രഷറൈസിങ്. സോ നമുക്ക് തന്നെ ആ ഒരു ടോക്സിസിറ്റി ഫീൽ ചെയ്യും ചിലപ്പം. ലൈക്ക് എല്ലാ സൂപ്പർവൈസേഴ്സും അങ്ങനെയാണ് പറയുന്നില്ല. സോ ലൈക്ക് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഞാൻ പറയാ, ലൈക്ക് നമ്മളൊരു നല്ല സൂപ്പർവൈസറിനെ സെലക്ട് ചെയ്യണം, പ്രത്യേകിച്ച് PhD നോക്കുമ്പോൾ. സോ നല്ലൊരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ നമ്മുടെ PhD നല്ല ലൈക്ക് കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനും പറ്റും. സോ യൂറോപ്യൻ കൺട്രീസിൽ ഓഫ് കോഴ്സ് വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ബെറ്റർ ദാൻ ഇന്ത്യ. അപ്പാർട്ട് ഫ്രം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത വർക്ക് ലൈഫ് ബാലൻസ്, എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട വ്യത്യാസം തോന്നുന്നത്? ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഫൈനാൻഷ്യൽസ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗോൾസ്, അങ്ങനെ ഇന്ത്യ വേഴ്സസ് അബ്രോഡ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് കുറച്ച് അധികം സേവിങ്സ് കിട്ടും. ഇന്ത്യയിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഡേ ടു ഡേ നീഡ്സ് മീറ്റ് ചെയ്യാൻ തന്നെ ആ സ്റ്റൈപ്പൻഡ് പോകും. സോ ഓഫ് കോഴ്സ് ലൈക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ആൾക്ക് ഇപ്പോൾ ലൈക്ക് എല്ലാവരും ഒരു ഇൻഡിപെൻഡന്റ് കരിയർ എന്നുള്ള രീതിയിലാണ് PhD ഇപ്പം കാണുന്നത്. സോ അങ്ങനത്തെ ഒരു രീതിയിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് യൂറോപ്യൻ കൺട്രീസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലൈക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ നീഡ്സും പോവും. സോ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുറത്ത് PhD ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമുക്ക് ഇപ്പം കുഴപ്പമില്ല, ലൈക്ക് നമുക്ക് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ട, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമുക്ക് നമ്മുടെ സ്കിൽസ് ജസ്റ്റ് ഇംപ്രൂവ് ചെയ്താൽ മതിയെങ്കിൽ ഇന്ത്യയിലെ PhD ചെയ്യുന്നതുകൊണ്ട് ലൈക്ക് അവിടെ ഇന്ത്യത്തെ സാലറി ഈസ് ഫൈൻ ഫോർ ദാറ്റ്. കരിയർ ഗോൾസും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പൊ ഒരു റിസർച്ച് Yes. കരിയറിലേക്കാണ് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആവാൻ പോകുന്നത്, അക്കാഡമിയുടെ ഫുൾ ടൈം റിസർച്ച് ആണ് പ്ലാൻ എന്ന് വിചാരിക്കുക, പോസ്റ്റ് ഡോക്ക് അതുപോലുള്ള ഒരു കരിയറിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗോൾ വൈസ് നോക്കുമ്പോൾ യൂറോപ്യൻ കൺട്രീസ് കുറച്ചും കൂടി കൊളാബറേറ്റീവ് ആണ്. സോ അവർക്ക് കുറെ ഇന്റർനാഷണൽ കമ്പനീസും ലൈക്ക് വിത്തിൻ യൂറോപ്യൻ യൂണിയൻ കുറെ കമ്പനീസ് ഉണ്ട്. സോ അവരായിട്ട് കൊളാബറേഷൻസ് ഉണ്ട്. സോ നമുക്ക് അവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ജോബ്സിലോട്ട് പോകണമെങ്കിൽ. ഇന്ത്യ കുറച്ചും കൂടി ഇന്റർനാഷണലൈസ്ഡ് ആയിട്ടില്ല, ബട്ട് കൊളാബറേഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് എന്നാലും അത്ര യൂറോപ്യൻ യൂണിയൻസിന്റെ അത്ര കൊളാബറേഷൻസ് ഇല്ല. സോ ആ ഒരു ഇതെന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻഡസ്ട്രീസിന്റെ കുറവ് ഇന്ത്യയിലുണ്ട്. അപ്പം കരിയർ വൈസ് ഒരു ഇൻഡസ്ട്രി വൈസ് ജോബ് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലോട്ട് പോകുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാം, ലൈക്ക് ഒരു അക്കാഡമിക് പാത്താണ് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം ഇന്ത്യയിലത്തെ ആ ഒരു അക്കാഡമിക് രീതിയിലുള്ള ടീച്ചിങ് ലൈക്ക് ഇപ്പം ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ 3 years PhD, ഇന്ത്യയിൽ 5 years PhD. സോ ഇന്ത്യയിൽ ഈ 5 years ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കോഴ്സസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ടീച്ചിങ് ഡ്യൂട്ടീസ് ഒക്കെ വരുന്നുണ്ട്. സോ അത് ബേസിക്കലി നമ്മളെ കൈൻഡ് ഓഫ് നമ്മളെ ഷേപ്പ് ചെയ്യാണ് ഒരു പ്രൊഫസോറിയൽ ജോബിലോട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടർ എന്നൊരു ഫീൽഡിലോട്ട് ഷേപ്പ് ചെയ്യാണ്. സോ അങ്ങനത്തെ ഒരു പാത്താണ് ആവശ്യമെങ്കിൽ ഇന്ത്യയിലെ PhD ലൈഫ് ഇസ് ബെറ്റർ. നമ്മൾ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, അതായത് QS വേൾഡ് റാങ്കിങ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഒക്കെ താഴെ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ ലുണ്ട് യൂണിവേഴ്സിറ്റി അല്ലേ? അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ PhDക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈല് ഭയങ്കര സ്ട്രോങ് ആവണം, കാരണം അത്രയധികം കോമ്പറ്റീറ്റീവ് ആയിരിക്കും അവിടെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്കില്ല് അല്ലെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ് ആണ് നമ്മളൊരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് റീഡിങ് സ്കിൽസ് ആണ്. ലൈക്ക് ഞാൻ ഇത് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമെങ്കിൽ എനിക്ക് എൻ്റെ തന്നെ ലാക്ക് ചെയ്യുന്ന ഒരു സ്കില്ല് റീഡിങ് ആണ്.
ലൈക്ക് പലപ്പോഴും ഒരു പേപ്പർ വായിക്കാൻ പോകുമ്പോൾ ഒരുമാതിരി ബോറിംഗ് ആയിട്ട് ഉറക്കം വരുന്ന ഫീല് ലൈക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. ബട്ട് റീഡിങ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ലൈക്ക് പ്രോഗ്രസ് ഇൻ ദിസ് ഫീൽഡ്. സോ റീഡിങ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യുക, അത് വലിയൊരു പ്ലസ് ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡ് ഓറിയന്റഡ് സ്കിൽസ്. സോ ഇപ്പോൾ എൻ്റെ ഫീൽഡ് ആണെങ്കിൽ എനിക്ക് കുറേ എക്സ്പെരിമെന്റൽ സ്കിൽസ് ആവശ്യമുണ്ട്. സോ ലാബിൽ ആവശ്യമുള്ള കുറച്ച് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം ബയോളജിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫീൽഡ് വർക്കിൽ അങ്ങനത്തെ വല്ല ഒബ്സർവേറ്ററി സ്കിൽസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും. സോ ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് സ്കിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ആവശ്യം വരിക റൈറ്റിംഗ് സ്കിൽസ്. റൈറ്റിംഗ് സ്കിൽസ് മെയിൻലി നിങ്ങളുടെ പബ്ലിക്കേഷൻ, ആർട്ടിക്കിൾ പബ്ലിക്കേഷനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ കുറച്ച് സ്കിൽസ് വേണ്ടത് നിങ്ങളുടെ ഫിഗർ റെപ്രസെൻറ്റേഷൻ ഓർ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഫിഗർ ആസ് എ ഫിഗർ. പിന്നെ പ്രസന്റേഷൻ സ്കിൽസ്, അങ്ങനത്തെ കുറച്ച് സ്കിൽസ് സോഫ്റ്റ് സ്കിൽസ് ആണ്. സോ ഇതൊക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ ഓഫ് കോഴ്സ് PhD സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. എങ്ങനെയായിരുന്നു ഈ ഒരു ലുണ്ട് യൂണിവേഴ്സിറ്റി അവിനാശ് ഫിഗർ ഔട്ട് ചെയ്തത്? എങ്ങനെയാണ് അവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചത്? ആൻഡ് എങ്ങനെയായിരുന്നു ആപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? റെഫറൻസ് വഴിയുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നോ അതോ ഒരു സെൻട്രൽ സിസ്റ്റം വഴിയുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു? ലുണ്ട് യൂണിവേഴ്സിറ്റി ഇപ്പം കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ ലൈക്ക് അവരുടെ തന്നെ യൂണിവേഴ്സിറ്റി സിസ്റ്റം വഴിയാണ് ആപ്ലിക്കേഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. പക്ഷെ എല്ലാണ്ടും ആപ്ലിക്കേഷൻസ് എടുക്കാറുണ്ട്. സോ ലൈക്ക് ഇപ്പം നമുക്ക് ഏതെങ്കിലും പ്രൊഫസറിന്റെ ഒക്കെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് നമുക്ക് വേണ്ടി തന്നെ പൊസിഷൻസ് ഓപ്പൺ ചെയ്യും. സോ ലൈക്ക് നമ്മുടെ CV അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ. ബട്ട് ഞാൻ അപ്ലൈ ചെയ്ത ഒരു പ്രോസസ്സ് ലുണ്ട് യൂണിവേഴ്സിറ്റി സിസ്റ്റം വഴിയായിരുന്നു. സോ അത് ഞാൻ അപ്ലൈ ചെയ്തു, ഒരു ഇന്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു, ബേസിക് കാര്യങ്ങൾ ചോദിച്ചു, എൻ്റെ പ്രൊഫൈൽ അവർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യായിരുന്നു പൊസിഷൻ. ബട്ട് ഞാൻ രണ്ടാമത്തെ അപ്രോച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ ഡയറക്റ്റ് മെയിൽ അയക്കുമ്പോൾ തന്നെ എനിക്ക് കുറെ റിപ്ലൈ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അവർ ഇന്റർവ്യൂ കോൾസ് ഒക്കെ വിളിക്കും, എന്നിട്ട് പ്രൊഫൈൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും. സോ രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ അത് ഇറ്റ്സ് അപ് ടു ദ കാൻഡിഡേറ്റ്, ലൈക്ക് ദേ ക്യാൻ ഫിഗർ ഔട്ട് ഹൗ. ഈ ഒരു സിസ്റ്റം വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നമ്മളുടെ റെഫറൻസ് കൊടുക്കാനുള്ള നമ്മളെ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്ത പ്രൊഫസേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ റെഫറൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ സിസ്റ്റം വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത്? സോ നിങ്ങളുടെ PhD ആപ്ലിക്കേഷന് റെഫറീസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് മിനിമം ഒരു 2 റെഫറീസ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നല്ല സ്ട്രോങ് ആണ്. ലൈക്ക് 3 ഉണ്ടെങ്കിൽ അതിനേക്കാളും സ്ട്രോങ്. ഈ റെഫറീസിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ലൈക്ക് ഇപ്പൊ നിങ്ങൾ അവരുടെ വർക്ക് ചെയ്തു, അവർ നിങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ ലൈക്ക് അവർക്ക് അറിയാം, ലൈക്ക് നിങ്ങൾ അവരോട് വർക്ക് ചെയ്ത സ്ഥിതിക്ക് അവർക്ക് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്. സോ മേ ബി അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ റിസർച്ച് സ്കിൽസ് നല്ല എക്സെപ്ഷണൽ ആണ്. സോ അങ്ങനത്തെ രീതിയിലൊക്കെ കുറച്ച് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രൊഫസറിന് നല്ലൊരു ഗ്യാരണ്ടി തന്നെയാണ്. ലൈക്ക് ബിക്കോസ് ഇൻ ദിസ് സയന്റിഫിക് ഫീൽഡ് ലൈക്ക് കൊളാബറേഷൻസിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. സോ വേറൊരു പ്രൊഫസർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് എന്തായാലും മറ്റൊരു പ്രൊഫസർ എന്തായാലും എടുക്കും. സോ ആ ഒരു റെക്കമെൻഡേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവിനാശ് ഇപ്പം 1.5 വർഷമായിട്ടാണ് ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 2-3 ഇയേഴ്സ് കൊണ്ട് എന്തായാലും കംപ്ലീറ്റും ആവും. അതിനുശേഷം എങ്ങനെയാണ് കരിയറിനെ പ്ലാൻ ചെയ്യുന്നത്? ആൻഡ് എങ്ങനെയാണ് കരിയർ മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ കരിയർ പാത്ത് കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു PhD-യിലൂടെ ഞാൻ കുറച്ചുകൂടി എക്സ്പീരിയൻസ് സ്കിൽസ് നേടുക, അതായിരുന്നു എൻ്റെ ഗോൾ. സോ അത് നേടാ, ഒരു ഇൻഡസ്ട്രിയിൽ നല്ലൊരു ജോലി കയറുക, അതാണ് എൻ്റെ പ്ലാൻസ്. ഇപ്പം അതായത് യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോലി തന്നെയാണോ? അതെ, യൂറോപ്പ് ബേസ് തന്നെ. ബട്ട് വൺ തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡു ഇസ് ലൈക്ക് കം ബാക്ക് ടു ഇന്ത്യ, എസ്പെഷ്യലി ബിക്കോസ് ഇന്ത്യൻ്റെ സെമികണ്ടക്ടർ റിസർച്ചിൽ ഇന്ത്യയിൽ ഇപ്പം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. സോ ഇന്ത്യൻ്റെ റിസർച്ചിൽ പാർട്ടാവണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ബാംഗ്ലൂർ ബേസ്ഡ് കുറെ കമ്പനീസ് ഓപ്പൺ ആവുന്നുണ്ട്. സോ മേ ബി ഒരു 2-3 ഇയേഴ്സ് യൂറോപ്യൻ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് തിരിച്ച് ബാംഗ്ലൂർ എക്സ്പീരിയൻസ് കൊണ്ട് ബാംഗ്ലൂർ വരാം, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്.
സോ നമ്മളുടെ ക്രിസ്പർ ലേണിംഗിന്റെ ഈ ഒരു യുറേക്ക പോഡ്കാസ്റ്റിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഈ ഒരു ഫ്ലോറിലെത്തി നമ്മളുടെ സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്രയധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇൻസൈറ്റുകൾ ഷെയർ ചെയ്തു. അപ്പം നമ്മൾ ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിയതിന് വളരെയധികം നന്ദി. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡവേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അമിത്. ഓൾസോ ഈ ക്രിസ്പർ പ്ലാറ്റ്ഫോമിലൂടെ കുറെ സ്റ്റുഡൻസ് സയൻസിനെ കുറിച്ചും പ്യുവർ സയൻസിനെ കുറിച്ചും നല്ല രീതിയിൽ അറിവുകൾ നേടുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു.